കത്തോലിക്ക സഭയ്ക്കെതിരെ വിമർശനവുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ. മുനമ്പത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ചിലർ മെത്തവിരിച്ചു കൊടുക്കുമെന്ന് പരാമർശം. അതേസമയം ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും മന്ത്രി ഒഴിഞ്ഞുമാറി. വഖഫ് പ്രശ്നം നിയമപരമെന്ന് പറഞ്ഞ മന്ത്രി അതിനല്ലേ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന ജനൻ TV പ്രതിനിധിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചാണ് കൃത്യമായ സ്ഥലം. നിയമപരമായുള്ള ഒരു പ്രശ്നത്തിനാണ്, അത് ആ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു കാര്യത്തിനാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രി പോലും വളരെ തെറ്റായ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നത്. ഈ നിയമത്തെ അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമോ? ഭരണഘടനാപരമായുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ നിയമം, അതെന്തുമാവട്ടെ. അവിടെ നോക്കൂ, അവിടെ ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുള്ളത്, പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ നിയമത്തിനെ നമുക്ക് മാറ്റി പറയാൻ കഴിയുമോ? നോക്കൂ, അത് ആ കാര്യം ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നത്തിൽ കോടതിയാണ് പരിശോധിക്കുന്നത് എന്താണെന്നുള്ളത്. ആ പരിശോധന നടക്കട്ടെ. അവിടെ ഒരു കാരണവശാലും ഇവർക്കുള്ള പരിരക്ഷ നിയമത്തിൽ തന്നെ ഉണ്ട്. കോടതി എന്ത് വിധിച്ചാലും അവിടെ തന്നെ അവർക്കുള്ള പരിരക്ഷ നൽകാൻ കഴിയുന്ന വകുപ്പുകളുണ്ട്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആര് സമരം ചെയ്താലും ഇല്ലെങ്കിലും ആ ഭൂമി ഉടമകളെ, ആ വീട്ടുകാരെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ്റിന് പ്രതിബദ്ധതയുണ്ട്. അത് ഈ ഗവൺമെൻറ് ചെയ്യും. ഇതിനെ ദയവ് ചെയ്ത് വീണ്ടും പറയുന്നു, ഇതിനെ മതപരമായോ വർഗീയപരമായോ രാഷ്ട്രീയപരമായോ ചേരിവുണ്ടാക്കാൻ ശ്രമിക്കരുത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെയധികം ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് മുനമ്പത്ത് അലയടിക്കുന്നത്. എന്നാൽ ആ മുനമ്പത്തുകാരുടെ ആവശ്യം, അല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് നീതി ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പോലും കൃത്യമായൊരു മറുപടി പറയാൻ ആകുന്നില്ല. പ്രത്യേകിച്ചും മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഈ ഒരു പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുനമ്പത്തുകാർക്കൊപ്പമല്ല സർക്കാർ നിലനിൽക്കുന്നത്. നിലവിൽ മുനമ്പത്തുകാർക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുമ്പോൾ പോലും മുനമ്പത്തുകാർക്ക് കൃത്യമായൊരു നീതി ഉറപ്പാക്കുമെന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ മേഖലകളിൽ നിന്നും ശക്തമായ പിന്തുണയാണ് മുനമ്പത്ത് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിയുടെ പ്രതികരണം പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ മന്ത്രിയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ, ഇത്രത്തോളം ഈ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ കൈയൊഴിയുന്ന തരത്തിലുള്ളൊരു സമീപനം തന്നെയാണ് മുനമ്പത്തുകാർക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും വിഷ്ണു, നമുക്കറിയാം ഈ മുനമ്പം വിഷയത്തിൽ വിവിധ സഭകളുടെയും മറ്റുമൊക്കെ പ്രതിഷേധവും ആശങ്കയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലെ ഉള്ളത്. മാത്രമല്ല, മുനമ്പത്തെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ആ ഒരു സമരത്തിന് ഇതുവരെ BJP മാത്രമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്നാണെങ്കിൽ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ തന്നെ നേരിട്ട് സമരപ്പന്തൽ സന്ദർശിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാലക്കാട് എത്തിയ മന്ത്രി വി അബ്ദുറഹ്മാനോട് നമ്മൾ കൃത്യമായി തന്നെ എടുത്ത് ചോദിച്ചത്, ഇതൊരു ഭൂമി പ്രശ്നവും ഒപ്പം നിയമപ്രശ്നവും കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നിയമപ്രശ്നമാണ് എന്നുള്ളതും ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നും മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയല്ലേ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായ ഉത്തരം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ആ ഒരു മന്ത്രി പറയുന്ന വാക്കുകളും അതിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും തമ്മിൽ വളരെ വൈരുദ്ധ്യം കാണുന്നു എന്നുള്ളതാണ്. നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനെതിരെയാണ് ഇടത് സർക്കാരും അതുപോലെ തന്നെ UDF ഒക്കെ ചേർന്നുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത്. അതിനെ ആരും എതിർത്തില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും വളരെ കാതലായ ഒരു വിഷയം, ആ ഒരു വിഷയത്തിൽ നിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് തന്നെയാണ് ഈ വിഷയങ്ങൾക്കുള്ള ഒരു ശാശ്വത പരിഹാരം എന്നിരിക്കെ അതിന് കേവലം അത് മുനമ്പത്തെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു കോടതിയിൽ നടക്കുന്ന വിഷയമാണ്. കോടതിയിൽ ഇതിൻ്റെ ഭൂമിയുടെ ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ് എന്ന തരത്തിൽ അതിനെ ചുരുക്കി കാണുകയാണ്. ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ഓരോ ഭൂമിയിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ രംഗത്ത് വരുന്നതും അതുമൂലം ഒരു കൂട്ടം ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓരോ സ്ഥലത്തെയും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലെ ഉൾപ്പെടെ ഒരുപാട് സ്ഥലത്തെ കാര്യങ്ങൾ നമ്മൾ ജനം TV തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ അത് തുറന്നു കാണിച്ചതാണ്. എന്നിരിക്കെയാണ്
ഈ മന്ത്രിയൊക്കെ ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഈ വിഷയത്തിൽ സർക്കാർ ഈ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്, അവരെ കുടിയൊഴിപ്പിക്കില്ല എന്നൊക്കെ തരത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനെന്താണ് പരിഹാരം, അതിനെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു ഉത്തരവും പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ഏതായാലും വലിയ വിമർശനമായിട്ട് ഉയരുന്നത്. വിവിധ സഭകൾ ഇതിനോടകം തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. പാലക്കാട് രൂപത തന്നെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുകയും അടുത്ത ദിവസം തന്നെ പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുനമ്പത്തേക്ക് അവിടെ സമരപന്തൽ സന്ദർശിക്കും, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ സന്ദർശിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിയോട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സംഘപരിവാറിനെ മെത്തവിരിക്കുന്ന സമീപനം ചില കോണുകളിൽ നിന്നുണ്ടാവുന്നു, ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ള പരോക്ഷ വിമർശനം കത്തോലിക്ക സഭയ്ക്ക് നേരെ മന്ത്രി അബ്ദുൾ റഹ്മാൻ ഉന്നയിക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ മുനമ്പത്തെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇങ്ങനെ അവിടെ ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിലേക്ക് ആദ്യം എത്തേണ്ട വ്യക്തി തന്നെയായിരുന്നു ഈ മന്ത്രി എന്നുള്ളതാണ്, ന്യൂനപക്ഷ മന്ത്രിയായ പി അബ്ദുൾ റഹ്മാൻ എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ആ സമരത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു വിഭാഗത്തിന്റെ കാര്യങ്ങൾ മാത്രം അദ്ദേഹം പറയുന്നു, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാലക്കാട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി എത്തിയത്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എത്തിയപ്പോൾ പോലും മന്ത്രിക്ക് കൃത്യമായ വാക്കുകളില്ല. മുനമ്പം സംബന്ധിച്ചും മറ്റുമൊക്കെ സർക്കാരിന്റെ നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കുടിയൊഴിപ്പിക്കില്ല എന്നാണ്, അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ പോലും ആ വഖഫ് നിയമ ഭേദഗതിയല്ലേ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്, ഈ മുനമ്പത്തെ ഈ സമരക്കാരുടെ ആ സമരം കാണുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു കൃത്യമായ ഉത്തരം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ ഇതിൽ കൃത്യമായ നിലപാട് പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് പൊതുവെ ഉയരുന്നത്. പാലക്കാടാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് തുടരുന്ന പശ്ചാത്തലത്തിൽ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായ പി സരിനുമൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ തന്നെ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഏറ്റവും പുതുതായിട്ടുള്ള വിവരം ഈ മന്ത്രിയുടെ പ്രതികരണമാണ്. ഈ വി അബ്ദുൾ റഹ്മാൻ എന്ന മന്ത്രിക്ക് ഈ മുനമ്പം വിഷയത്തിൽ ഇത് നിയമപരമായ വിഷയമാണ്, മറ്റൊക്കെ സമ്മതിക്കുമ്പോഴും അതിന് നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലാതെ അതിൽ നിന്നും വഴുതി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കത്തോലിക്ക സഭയ്ക്കെതിരെ പരോക്ഷമായ വിമർശനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്.